ബൈക്ക് അഭ്യാസത്തിനിറങ്ങുന്നവർ വില കൂടിയ ഗോപ്രോ ക്യാമറകൾ വാങ്ങുന്നു. തുടർന്ന് ഇതുപോലെ ബൈക്കിന്റെ മൗണ്ടിൽ ഹെൽമറ്റിന് മുകളിൽ ഘടിപ്പിച്ചാണ് റോഡിലേക്ക് ഇറങ്ങുക. ഇപ്പം വെറുതെ വഴിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾ ഹെൽമെറ്റിൽ ക്യാമറ ഘടിപ്പിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഈ ബൈക്ക് സ്റ്റണ്ടിങ് പോലെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ച് പ്രശസ്തനാകാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഗോപ്രോ വെച്ച് എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇതുവരെ എന്നെ പിടിച്ചിട്ടൊന്നുമില്ല, ഇനി പിടിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. കാര്യം അമ്മാതിരി തരത്തിലുള്ള ആ ലെവലിലേക്ക് ആ രീതിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ന്യൂസിനകത്ത് നിന്ന് അടിച്ചിറക്കുന്നത്. ഇപ്പോൾ ഒരാൾ നന്നായിട്ട് പബ്ജി കളിക്കുന്ന ആണ്, അല്ലെങ്കിൽ അവൻ പബ്ജി കളിക്കുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ജിയൊക്കെ കാരണമാണ് എല്ലാവരും മരിക്കുന്നത്. ആ ലെവലിലേക്ക് വന്നത്. ഹലോ ഗൈസ്, സിഡ് വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്നൊരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല, ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളിന്ന് തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, ഏതായാലും നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കും. ഇത് ഗൈസ് നമ്മുടെ ഇവിടെ അടുത്തുള്ള നല്ലൊരു അമ്പലമാണ്. ഞങ്ങളുടെ അടുത്തുള്ള നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനിൽ കൺസ്ട്രക്ട് ചെയ്തൊരു അമ്പലമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഗൈസ് അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഒരു സൊസൈറ്റിയുടെ അവസ്ഥ. ഇന്ന് നമ്മൾ ഇപ്പം ഗോപ്രോ വെച്ച് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ ഒരു സമൂഹത്തിന്. കുറച്ച് പേര് ചെയ്ത കുറ്റത്തിന് നമ്മളെപ്പോലുള്ള പാവം വ്ളോഗേഴ്സോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് എന്ത് തെറ്റ് ചെയ്തു. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഇതുപോലെ ക്യാമറ വെച്ചിട്ട്, ആക്ഷൻ ക്യാമറ വെച്ചിട്ട് ഇതുപോലെ വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ സ്പീഡിൽ പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ വേണ്ടി ആണ്, ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ക്യാമറ വെച്ചുകൊണ്ട് പോകുന്നത് എന്നൊരു ടോക്കുണ്ട് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ. ഈ ഒരു ചിന്ത മാറണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും വലിയൊരു നിർണായക പങ്ക് വഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയാസ്, പ്രത്യേകിച്ച് ന്യൂസ്. ഇപ്പം ന്യൂസിനകത്ത് ഈ ഇല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം കിട്ടി അതിനെ പിന്നെ അടിച്ച് അമർത്തി, അല്ലെങ്കിൽ അതിനെ പിന്നെയും ബൂസ്റ്റപ്പ് ചെയ്ത് പറയുക എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ തുടക്കം കാണിച്ച ആ ഒരു മാധ്യമം, അതിൻ്റെ പേര് ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ പലർക്കും അതിനെപ്പറ്റി അറിയാമായിരിക്കും. ഇവർ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് കാണിച്ചത്. കാര്യം ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ പബ്ജി, ഫ്രീ ഫയർ, ഈ 2 ഗെയിമുകളെ പറ്റിയായിരുന്നു. ഒരു കുട്ടി ഈ പബ്ജി അല്ലെങ്കിൽ ഫ്രീ ഫയർ എന്ന ഗെയിം കാരണം ആത്മഹത്യ ചെയ്തു. അതിൻ്റെ പേരിൽ ഈ പബ്ജി കളിക്കുന്നവരെല്ലാം തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കാണ് ഇവരുടെ ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്കാണ് നമ്മുടെ ആൾക്കാരെ എത്തിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളാണ് കൂടുതൽ ഈ ന്യൂസ് കാണുന്നത്, TV കാണുന്നത്. ഓഫ് കോഴ്സ് ഞാനും കാണും, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കാണും. അപ്പോൾ ഈ ന്യൂസ് അല്ല സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാർ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂസിനെ ഒത്തിരി അടിച്ചമർത്തി അതിനെപ്പറ്റി ഒത്തിരി ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഭയങ്കര മോശം അഭിപ്രായമാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഗോപ്രോ വെച്ച് എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇതുവരെ എന്നെ പിടിച്ചിട്ടൊന്നുമില്ല, ഇനി പിടിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. കാര്യം അമ്മാതിരി തരത്തിലുള്ള ആ ലെവലിലേക്ക് ആ രീതിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ന്യൂസിനകത്ത് നിന്ന് അടിച്ചിറക്കുന്നത്. വളരെ മോശമുണ്ട് ഈ ഒരു കാര്യം പറയാൻ. വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു, നല്ല കാര്യങ്ങൾ പറയുക, അതിനൊന്നും ഒരു കുറ്റവുമില്ല. നല്ല കാര്യങ്ങൾ ചെയ്തതിന് അത് നിങ്ങൾ ന്യൂസിൽ കൊണ്ടുവരും. അല്ലാതെ ഒരാൾ അവിടെ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ചെയ്തു. എനിക്കിത് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില യൂട്യൂബ് ചാനലുണ്ട്, പ്രമുഖ നടി അങ്ങനെ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അല്ലെങ്കിൽ പ്രമുഖ നടൻ അടുത്തേക്ക് നാളോട് പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. ആ ഒരു ലെവല്, അല്ലെങ്കിൽ അത്രയും പോലും ഇത്രയും നല്ല സാധാരണക്കാരിൽ എത്തിക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ന്യൂസ് ചാനൽ ഇമാതിരി കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമാണെന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. വളരെ മോശം പരിപാടി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം നമ്മുടെ നാട്, അല്ലെങ്കിൽ നാട്ടുകാരുടെ ആ ഒരു ചിന്താഗതി മുതലെടുക്കാമെന്ന് തന്നെ എനിക്ക് പറയേണ്ടതുള്ളൂ. അതായത് നാട്ടുകാരിപ്പോൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ജിയുടെ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടി മരിച്ചു. ഒരു കുട്ടി പബ്ജി കാരണം അത്രയ്ക്ക് അഡിക്ഷൻ ആയതുകൊണ്ടായിരിക്കും അവൻ മരിച്ചത്. അത്രയ്ക്ക് അഡിക്ഷൻ, അതൊക്കെ തെറ്റാന്ന് തന്നെ പറയേണ്ട കാര്യമാണ്. പക്ഷേ അത് കാരണമാണ്, പബ്ജി കാരണമാണ് എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ പബ്ജി കളിക്കുന്നവരെല്ലാം ഇങ്ങനെയാണ് എന്നൊരു എന്താ പറയുക, ഒരു വിഷം എല്ലാ ആൾക്കാരിലേക്കും കുത്തി നിറയ്ക്കുന്ന, സമൂഹത്തിലേക്ക് കുത്തി നിറയ്ക്കുന്നതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കണ്ടിലേ പിന്നെ എല്ലാവരും കാണത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ നന്നായിട്ട് പബ്ജി കളിക്കുന്ന ആണ്, അല്ലെങ്കിൽ അവൻ പബ്ജി കളിക്കുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ജിയൊക്കെ കാരണമാണ് എല്ലാവരും മരിക്കുന്നത്.
ആ ഒരു ലെവലിലേക്ക് വന്നു. ഇപ്പം ഞാനും ഇപ്പം ഇതുപോലെ ഒരു ഗോപ്രോ അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും റൈഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ നാളെ ആൾക്കാർ പറയും, അവൻ ഇന്ന് എന്തോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ 100 പോകുമ്പം സ്പീഡിൽ പോകുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ക്യാമറയത് ആ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ ആൾക്കാരുടെ ഒരു ചിന്താഗതി. അപ്പോൾ ഈ ന്യൂസ് ചാനൽ ഇതിനൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വലിയൊരു തെറ്റായ കാര്യം പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാ ന്യൂസ് ചാനലും ഞാൻ പറയുന്നില്ല, ചില ന്യൂസ് ചാനൽ ഞാൻ തുടക്കം കാണിച്ചതുപോലുള്ള ചില ന്യൂസ് ചാനൽ മാത്രമാണ് ഇങ്ങനത്തെ തെറ്റായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കാരണം നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. നമ്മുടെ സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് കൊടുത്താൽ മതി, വെള്ളവും വളവും ഒന്നും കൊടുക്കണ്ട, ബാക്കി അതിനെ വളർത്തി വലുതാക്കി ഏത് വഴിക്ക് തിരിച്ചു വിടണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റി നോക്കിക്കോളും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ കടപ്പ്. ഒരു കാര്യം ഫുള്ളായിട്ട് അറിഞ്ഞില്ലെങ്കിൽ തന്നെ ഒരു കാര്യത്തിൻ്റെ ഒരു 20% അറിഞ്ഞാൽ മതി, ബാക്കി 80% തന്നെ സെറ്റ് ആയിക്കോളും, തന്നെ വന്നോളും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരാൾ താടിയും മുടിയും വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ളവരും ചുറ്റുമുള്ളവരും നാട്ടുകാരൊക്കെ പറയും, അവൻ കഞ്ചാവാണ് കേട്ടോ, അവൻ താടിയും മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്, അപ്പോൾ അവൻ കഞ്ചാവാണ്. ഇതാണ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ അവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ ഒരു ചിന്താഗതിയൊക്കെ മാറണം. അതിന് മെയിനായിട്ട് ആ ഒരു കാര്യം ഏറ്റെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂസുകാരാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് കാര്യങ്ങൾ വിവരങ്ങൾ എത്തിക്കുന്ന മീഡിയാസ് എന്ന് പറയാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഈ ഗോപ്രോ വെച്ച് പോകുന്നവരോ അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറ വെച്ച് പോകുന്നവരോ ഇവരൊക്കെ ഗുണ്ടകളാണ് അല്ലെങ്കിൽ ക്രിമിനൽസ് ആണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയുടെ മനസ്സിൽ. അതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. വളരെ മോശമുണ്ട് ആ കാര്യത്തിൽ. അപ്പം നല്ലത് കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല ന്യൂസ് മാത്രം പ്രചരിപ്പിക്കുക. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഗോപ്രോ വെച്ച് പോകുന്ന എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. അതായത് ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആരുടെ തെറ്റെന്നൊക്കെ ഈ ഒരു ഗോപ്രോ വഴി കാണാം. ഈ ഒരു എവിഡൻസ് ആണത്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇവർ തെറ്റ് മാത്രം കണ്ടെത്തിയിട്ട് ബാക്കി ഇവർ ചെയ്ത ഫുള്ള് തെറ്റാന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല രീതിയിലുള്ള ഉപയോഗങ്ങളുണ്ട്, കൂടുതലും നല്ല രീതിയിലുള്ള ഉപയോഗങ്ങളാണ്, മോശമായ രീതിയിലും പോകാനുള്ള കാര്യങ്ങളുണ്ട്. എന്ന് കരുതി നാളെ ന്യൂസിനകത്ത് കാണിക്കാൻ പറ്റുമോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെല്ലാം ക്രിമിനൽസാണ്, അതിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ഗുണ്ടകളാണ്, അവർ വഴിതെറ്റും, അതുകൊണ്ട് ആരും മൊബൈൽ ഫോൺ മേടിച്ച് കൊടുക്കരുതെന്ന് പറയുന്നുണ്ടോ? ഇല്ല, ആ ഒരു സെൻസ് എടുക്കുന്നില്ല എല്ലാവരും. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഈ ന്യൂസുകാർ ഉണ്ടാക്കുകയെന്ന് തന്നെ എനിക്ക് പറയാം. എല്ലാ ന്യൂസും ഇല്ല, ചില മാധ്യമങ്ങൾ, ഞാൻ തുടക്കം കാണിച്ച പോലുള്ള ചില മാധ്യമങ്ങളാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അടിച്ചിറക്കി ജനങ്ങളുടെ മനസ്സിൽ ഇല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ്, എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് മസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും ശരിയാകത്തുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ അഭിപ്രായമായിട്ട് കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം സിറ്റി.